കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. இந்த വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രൗണ്ട്സ് ഫോർ ഡിവോഴ്സ് ഫോർ മുസ്ലിം വൈഫ് അണ്ടർ ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് 1939 എന്ന് പറയുന്നതിൻ്റെ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് 1939 ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് പ്രകാരം ഒരു ഭർത്താവിന് ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് ഭാര്യയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് ആബ്സെൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടാണ്. ആബ്സെൻസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഭർത്താവ് ലാസ്റ്റ് 4 വർഷവുമായിട്ട് എവിടെയാണ് എന്ന് അറിയാത്ത ഒരു അവസ്ഥ ഭാര്യയ്ക്ക് വരികയാണ് എന്ന് വിചാരിക്കും. അതായത് ഭർത്താവ് എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഭർത്താവ് എവിടെയാണ് താമസിക്കുന്നത് തുടങ്ങി ഭർത്താവുമായിട്ട് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റും ഇല്ലാത്തൊരു 4 വർഷം ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിവോഴ്സിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആണ്. അതായത് ഹസ്ബൻഡ് ഫെയിൽഡ് ടു പേ ഫോർ ഓവർ 2 years. അതായത് അവസാനത്തെ ഒരു 2 വർഷമായിട്ട് ഭാര്യയ്ക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും ചെലവിന് ഈ ഭർത്താവ് പൈസ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, മെയിൻ്റനൻസ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് കിട്ടുവാനായിട്ടുള്ള ഒരു ഗ്രൗണ്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പരിഗണിക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമതായിട്ട് വരുന്നതാണെന്ത്? സെൻറ്റൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടാണ്. അതായത് ഹസ്ബൻഡ് ഇംപ്രിസൺഡ് ഫോർ 7 or more years. അതായത് ഭർത്താവ് 7 വർഷമോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉള്ള ഒരു തടവ് ശിക്ഷ ആ വ്യക്തിക്ക് ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുവാനും ഡിവോഴ്സ് മേടിച്ചെടുക്കുവാനും സാധിക്കും. നാലാമതായിട്ട് വരുന്നതാണ് അൺഫുൾഫിൽഡ് മെരിറ്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. അതായത് ഹസ്ബൻഡ് ഫെയിൽഡ് ടു പെർഫോം ഫോർ ലെപ്രസി. ഇപ്പം നമ്മൾ 2018 നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു ഭർത്താവ് ഒരു ഭാര്യയോട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊന്നും തന്നെ, അതായത് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി പോലെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടാത്ത ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്തായിട്ട് ചെയ്യാൻ പറ്റും? ഡിവോഴ്സിൻ്റെ ഗ്രൗണ്ടായിട്ട് പരിഗണിക്കാം. ദെൻ നെക്സ്റ്റ് ആണെന്ത്? അബ്യൂസ്ഡ് ഓർ അബാൻഡൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ട്. അതായത് ഹസ്ബൻഡ് ഫിസിക്കലി ഓർ മെൻ്റലി അബ്യൂസസ് വൈഫ്. അതായത് ഭാര്യയെ ശാരീരികമായും മാനസികമായും ഒരു ഭർത്താവ് ഏതൊക്കെ രീതിയിൽ ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ശാരീരികമായിട്ടുള്ള പീഡനം, മാനസികമായിട്ടുള്ള പീഡനം തുടങ്ങിയവയെല്ലാം ഒരു ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഭാര്യയ്ക്ക് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിവോഴ്സ് മേടിച്ച് എടുക്കുവാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ഫോഴ്സ്ഡ് മാരേജ് എന്നുള്ള സംഭവമാണ്. അതായത് മാരേജ് വിത്തൗട്ട് ഹെർ കൺസെൻറ്റ്. അതായത് ഭാര്യയുടെ സമ്മതമില്ലാതെ, ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ അല്ലെങ്കിൽ ഭീഷണിക്ക് വഴങ്ങിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ആ പെൺകുട്ടിക്ക് ഒരു ആളെ കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് മേടിച്ചെടുക്കാം. ഇത് ലാസ്റ്റ് പറയുന്ന പോയിന്റാണ് ജസ്റ്റ് ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത്. അതായത് എനി അതർ വാലിഡ് ആൻഡ് റീസണബിൾ ഗ്രൗണ്ട്. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വളരെ ശക്തമായ ഒരു പോയിന്റോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ പോയിന്റ്സ് കൂടാതെ, കാരണം കാലങ്ങൾ മാറുന്ന അനുസരിച്ച് പുതിയ ഗ്രൗണ്ട്സുകൾ വരും. അങ്ങനെ വരുന്ന പുതിയ ഗ്രൗണ്ട്സുകൾ എന്തെങ്കിലും ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതും എന്തായിട്ട് മാറാനായിട്ട് പറ്റും? ഡിവോഴ്സ് കിട്ടുവാനുള്ള ഒരു ഗ്രൗണ്ടായിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. പ്രത്യേക ആലോചിക്കുക, മുസ്ലിം മാരേജ് ആക്ട് 1939 പ്രകാരമുള്ള ഗ്രൗണ്ട്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.